ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് വേഴ്സായി ഉടമ്പടി. 1919 വേഴ്സായി ഉടമ്പടി ഉള്ളത്. വേഴ്സായി ഉടമ്പടിയുടെ ഫലമായി രൂപീകൃതമായ സംഘടനയാണ് സർവ്വരാജ്യ സഖ്യം. സർവ്വരാജ്യ സഖ്യം എന്ന ആശയം മുന്നോട്ട് വച്ച വ്യക്തി വുഡ്രോ വിൽസൺ. 14 നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കപ്പെട്ട പാരീസ് അന്താരാഷ്ട്ര സമ്മേളനം നടന്നത് 1918 ജനുവരി 8. 14 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ച അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ നിയമസംഹിത ഒപ്പുവച്ചത് 1919 ജൂൺ 28. സർവ്വരാജ്യ സഖ്യം നിലവിൽ വന്നത് 1920 ജനുവരി 10. സർവ്വരാജ്യ സഖ്യം നിലവിൽ വന്നത് 1920 ജനുവരി 10. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ആദ്യ പൊതുസമ്മേളനം നടന്നത് 1920 ജനുവരി 16. ലീഗ് ഓഫ് നേഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വുഡ്രോ വിൽസൺ. ലീഗ് ഓഫ് നേഷൻ എന്ന് തന്നെയാണ് സർവ്വരാജ്യ സഖ്യം. അതിൻ്റെ പിതാവ് വുഡ്രോ വിൽസൺ. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം രണ്ടാമതൊരു ലോകമഹായുദ്ധം ഉണ്ടാകാതെ തടയുക. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ആസ്ഥാനം ജനീവ. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് കവനൻറ്റ്. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ആദ്യ സെക്രട്ടറി ജനറൽ ജെയിംസ് എറിക് ഡ്രമണ്ട്. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ അവസാന സെക്രട്ടറി ജനറൽ സീൻ ലെസ്റ്റർ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സർവ്വരാജ്യ സഖ്യത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നത് സീൻ ലെസ്റ്ററാണ്. സർവ്വരാജ്യ സഖ്യത്തിൽ അംഗമല്ലാതിരുന്ന പ്രമുഖ രാജ്യം അമേരിക്ക. ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻ. സർവ്വരാജ്യ സഖ്യം പരാജയപ്പെടാനുണ്ടായ കാരണങ്ങൾ: USA, USSR, ജർമ്മനി എന്നീ പ്രബല ശക്തികൾ സഖ്യത്തിൻ്റെ ഭാഗമായിരുന്നില്ല. ജർമ്മൻ നേതാവായ ഹിറ്റ്ലറുടെ സാമ്രാജ്യത്വ മോഹങ്ങൾ തടയാനും കഴിഞ്ഞില്ല. സഖ്യത്തിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന ഒരു സൈന്യം ഇല്ലായിരുന്നു. 1946 ഏപ്രിൽ 20 ലീഗ് ഓഫ് നേഷൻസ് പിരിച്ചുവിട്ടു.